അടുത്തൊരു പ്രോബ്ലം ചെയ്ത് നോക്കാം. മൂൺ ലിമിറ്റഡ് എന്നുള്ള കമ്പനിയുടെ 31 മാർച്ച് 2018 ട്രയൽ ബാലൻസിലെ കുറച്ച് ഐറ്റംസ് തന്നിട്ടുണ്ട്. എന്താ പറയുന്നത്? കമ്പനി ബോണസ് ഷെയർ ഇഷ്യൂ ചെയ്യാൻ വേണ്ടി ഡിസൈഡ് ചെയ്തു. എങ്ങനെയാണ് ഇഷ്യൂ ചെയ്യുന്നത്? അറ്റ് ദി റേറ്റ് ഓഫ് 1 ഷെയർ ഫോർ എവറി 3 ഷെയർസ് ഹെൽഡ്. ഓരോ 3 ഷെയറിനും ഒരു ഷെയർ വീതം. അങ്ങനെയാണ് ബോണസ് ഷെയർ ഇഷ്യൂ ചെയ്യുന്നത്. ഓരോ 3 ഷെയറിന് ഒരു ബോണസ് ഷെയർ എന്നുള്ള രീതിയിൽ. സോ ബോണസ് ഇഷ്യൂവിന്റെ റേഷ്യോ എന്ന് പറയുന്നത് 1:3 ആണ്. ഓക്കെ, ദെൻ ദ കമ്പനി ഡിസൈഡഡ് ദാറ്റ് ദർ ഷുഡ് ബി മിനിമം റിഡക്ഷൻ ഇൻ ജനറൽ റിസർവ്. ജനറൽ റിസർവിൽ നിന്ന് മിനിമം എമൗണ്ട് റെഡ്യൂസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അതായത് ഇവർ ഇൻഡയറക്റ്റ് ആയിട്ട് ഉദ്ദേശിക്കുന്നത് ജനറൽ റിസർവ് അക്കൗണ്ടിൽ നിന്ന് കുറച്ച് എമൗണ്ടേ ബോണസ് ഷെയർ ഇഷ്യൂ ചെയ്യാൻ വേണ്ടി യൂട്ടിലൈസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. വിച്ച് മീൻസ് മറ്റുള്ള റിസർവ് അക്കൗണ്ടൊക്കെ യൂട്ടിലൈസ് ചെയ്തതിനു ശേഷം മാത്രം ഏത് അക്കൗണ്ട് യൂട്ടിലൈസ് ചെയ്യുക? ജനറൽ റിസർവ് അക്കൗണ്ട് യൂട്ടിലൈസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ബോണസ് ഷെയർ ഇഷ്യൂ ചെയ്യാൻ വേണ്ടിയിട്ട്. അതാണ് ഇൻഡയറക്റ്റ് ആയിട്ട് ഉദ്ദേശിക്കുന്നത്. ദെൻ ഒരു ഷെയറിന്റെ ഫേസ് വാല്യൂ എന്ന് പറയുന്നത് 100 ആണ്. അത് ഓൾറെഡി ഇവിടെ തന്നിട്ടുണ്ട്. ജനറൽ എൻട്രീസ് പാസ്സാക്കാനാണ് പറയുന്നത്. അപ്പോൾ ജനറൽ എൻട്രീസ് എഴുതുന്നതിന് മുന്നേ നമുക്ക് ആദ്യം 2 കാര്യങ്ങൾ അറിയണം. ഒന്ന്, കമ്പനി ഇഷ്യൂ ചെയ്യുന്ന ബോണസ് ഷെയറിന്റെ എണ്ണം അറിയണം, ബോണസ് ഷെയറിന്റെ എമൗണ്ട് അറിയണം. നമ്മൾ ബോണസ് ഷെയറിന്റെ എണ്ണം കാണാൻ ഒരു ഇക്വേഷൻ പറഞ്ഞില്ലേ? നമ്പർ ഓഫ് ബോണസ് ഷെയർസ് ടു ബി ഇഷ്യൂഡ് ഈസ് ഈക്വൽ ടു നമ്പർ ഓഫ് എക്സിസ്റ്റിംഗ് ഷെയർസ് ഇൻ ദി കമ്പനി. കമ്പനിക്കകത്ത് ഓൾറെഡി എത്ര ഷെയർ ഉണ്ടായിരുന്നു? 4500 ഇക്വിറ്റി ഷെയർ. സോ 4500 ആണ് എക്സിസ്റ്റിംഗ് ഷെയർസിന്റെ എണ്ണം എന്ന് പറയുന്നത്. ഇൻഡു ബോണസ് ഇഷ്യൂവിന്റെ റേഷ്യോ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. അതായത് 1:3, അതായത് 1/3 മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 1500 ബോണസ് ഷെയർ ആണ് കമ്പനി എന്ത് ചെയ്യുന്നത്? ഇഷ്യൂ ചെയ്യുന്നത്. ഇനി എത്രയാണ് എമൗണ്ട് ആവശ്യം വരിക ബോണസ് ഷെയർ ഇഷ്യൂ ചെയ്യാൻ? ഒരു ഷെയറിന്റെ ഫേസ് വാല്യൂ എത്രയാണ്? 100. 1500 ഇൻഡു 100 ടോട്ടല് 1,50,000 രൂപ വേണം. എന്തിനു വേണ്ടിയിട്ട്? ബോണസ് ഷെയർ ഇഷ്യൂ ചെയ്യാൻ വേണ്ടിയിട്ട്. ഇനി നമുക്ക് ജേണൽ എൻട്രീസ് എഴുതാം. എങ്ങനെയാണ് ഷെയർ ഇഷ്യൂ ചെയ്യുന്നത്? പറഞ്ഞാട്ടോ ഇഷ്യൂ ചെയ്യുന്നത്. കാരണം പ്രീമിയത്തിന്റെ കാര്യമൊന്നും പറയുന്നില്ല. വിച്ച് മീൻസ് ഷെയർ ഇഷ്യൂ ചെയ്യുന്നത് പറഞ്ഞാണ്. അപ്പൊ ഒന്നാമത്തെ ജേണൽ എൻട്രി എന്താണ്? ബോണസ് ഷെയർ ഡിക്ലെയർ ചെയ്യുമ്പോഴുള്ള ജേണൽ എൻട്രി. ഈ പറയുന്ന അക്കൗണ്ടിൽ നിന്നൊക്കെ എമൗണ്ട് എടുത്തിട്ട് ഇതിലോട്ട് മാറ്റി വെക്കണം. ബോണസ് ടു ഷെയർ ഹോൾഡേഴ്സ് അക്കൗണ്ട് എന്ന് പറഞ്ഞിട്ട് അവരെ അക്കൗണ്ടിലോട്ട് മാറ്റി വെക്കണം. അപ്പൊ നമുക്ക് എങ്ങനെയൊക്കെയാണ് യൂട്ടിലൈസ് ചെയ്യാന്നുള്ളത് നോക്കാം. നമുക്ക് ഈ ഒരു ഓർഡർ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ? ആദ്യം ഈ ഒരു അക്കൗണ്ട് നിന്ന് എടുക്കുക എന്നുള്ളത്. അപ്പൊ ആദ്യം നമുക്ക് എന്ത് ചെയ്യാം? ക്യാപിറ്റൽ റിസർവ് എടുക്കാം. 40,000 എടുത്തു. സെക്യൂരിറ്റി പ്രീമിയത്തിന് എടുത്തു 40,000, 80,000 ആയി. ദെൻ CRR എടുത്തു 30,000. അപ്പൊ എത്രയായി ടോട്ടൽ? 40,000, 40,000, 80,000, 80,000, 30,000 എത്രയായി? 1,10,000. പക്ഷെ നമുക്ക് എത്ര വേണം? 1,50,000 രൂപ വേണം. ഓക്കെ, അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? ഈ ഒരു ജനറൽ റിസർവ് അക്കൗണ്ടിൽ നിന്ന് എത്ര എടുക്കുക? 40,000 എടുക്കുക. അതായത് നമ്മൾ പറഞ്ഞ ജനറൽ റിസർവിന് കുറച്ച് എമൗണ്ട് എടുക്കാൻ പറ്റുള്ളൂ. ഇതൊക്കെ യൂട്ടിലൈസ് ചെയ്തിട്ട് അവസാനമാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ജനറൽ റിസർവ് അക്കൗണ്ട് യൂട്ടിലൈസ് ചെയ്യുന്നത്. അങ്ങനെ ഒന്നാമത്തെ ജനറൽ എൻട്രി എഴുതുക. ക്യാപിറ്റൽ റിസർവ് ഫുള്ളി യൂട്ടിലൈസ് ചെയ്തു. സെക്യൂരിറ്റി പ്രീമിയത്തെ മുഴുവൻ എമൗണ്ട് എടുത്തു. CRR അക്കൗണ്ടിന് മുഴുവൻ എമൗണ്ട് എടുത്തു. ജനറൽ റിസർവിന് ബാക്കി 40,000 എടുത്തു. അങ്ങനെ ടോട്ടൽ 1,50,000 ഇതിലോട്ട് മാറ്റി വെച്ചു. ബോണസ് ടു ഷെയർ ഹോൾഡേഴ്സ് അക്കൗണ്ടിലോട്ട് മാറ്റി വെച്ചു. ഡിക്ലറേഷൻ ഓഫ് ബോണസ് ഔട്ട് ഓഫ് റിസർവ്. ഇനി ഇന്ത്യ ബോണസ് ഷെയർ ഇഷ്യൂ ചെയ്യുമ്പോൾ ജനറൽ എൻട്രി. ബോണസ് ടു ഷെയർ ഹോൾഡേഴ്സ് അക്കൗണ്ട് അപ് ടു 1,50,000 ടു ഇക്വിറ്റി ഷെയർ ക്യാപിറ്റലോട്ട് ഈ ഒരു എമൗണ്ട് മാറ്റി വെച്ചു. ഇപ്പോൾ ബോണസ് ഷെയർ ഇഷ്യൂ ചെയ്യുമ്പോൾ. സോ ഈ 2 ജനറൽ എൻട്രീസ് ആണ് ഇതിനകത്ത് വരുന്നത്. അടുത്തത് നമുക്ക് പാർട്ട്ലി പെയ്ഡ് ഷെയർസിനെ ഫുള്ളി പെയ്ഡ് ഷെയർസ് ആയിട്ട് കൺവേർട്ട് ചെയ്യുന്ന ഒരു പ്രോബ്ലം ചെയ്ത് നോക്കാം. അതായത് പാർട്ട്ലി പെയ്ഡ് ബോണസ് ഷെയർ ഇഷ്യൂ ചെയ്യുന്ന ഒരു കേസ്. എന്താ പാർട്ട്ലി പെയ്ഡ് ബോണസ് ഷെയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാർട്ട്ലി പെയ്ഡ് ഷെയർസിനെ ഫുള്ളി പെയ്ഡ് ഷെയർസ് ആയിട്ട് കൺവേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് കമ്പനി ബോണസ് ഷെയർ ഇഷ്യൂ ചെയ്യാറുണ്ട്, ബോണസ് അപ്ലൈ ചെയ്യാറുണ്ട് എന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ അങ്ങനെയുള്ള ഒരു പ്രോബ്ലം ചെയ്ത് നോക്കാം. XY ലിമിറ്റഡിന് ടോട്ടൽ 5 ലക്ഷം വാല്യൂ ഉള്ള ഇക്വിറ്റി ഷെയർ ക്യാപിറ്റലുണ്ട്. ഫുള്ളി പെയ്ഡ് ഇക്വിറ്റി ക്യാപിറ്റലുണ്ട്. ഒരു ഷെയറിന്റെ ഫേസ് വാല്യൂ 10 രൂപയാണ്. സോ നമ്പർ ഓഫ് ഇക്വിറ്റി ഷെയർ എന്ന് പറഞ്ഞാൽ 50,000 ആണ്. 10 രൂപ ഫേസ് വാല്യൂ ഉള്ള 50,000 ഫുള്ളി പെയ്ഡ് ഇക്വിറ്റി ഷെയർ ഉണ്ട്. അതിന് ടോട്ടൽ 5 ലക്ഷം ഫുള്ളി പെയ്ഡ് ഇക്വിറ്റി ഷെയർ ക്യാപിറ്റലുണ്ട്. അത് കൂടാതെ ആ കമ്പനിക്ക് 1 ലക്ഷം പാർട്ട്ലി പെയ്ഡ് ഷെയർ ഉണ്ട്. വിച്ച് മീൻസ് ഇതിന്റെ എമൗണ്ട് ഫുള്ള് കിട്ടിയിട്ടില്ല. ഒരു ഷെയറിന്റെ ഫേസ് വാല്യൂ 10 രൂപയാണ്. ഈ 10 രൂപയിൽ 7 രൂപ പേ ചെയ്തിട്ടുള്ളൂ. ബാക്കി 3 രൂപ പേ ചെയ്തിട്ടില്ല. അപ്പൊ ഇതെന്താണ്? പാർട്ട്ലി പെയ്ഡ് അപ്പ് ഷെയർ ആണ്. 1 ലക്ഷം ഇൻറ്റു 10 ലക്ഷം രൂപ കിട്ടേണ്ട സ്ഥാനത്ത് 1 ലക്ഷം ഇൻറ്റു 7 ലക്ഷം രൂപയെ കിട്ടിയിട്ടുള്ളൂ. 1 ലക്ഷം ഇൻറ്റു 1 ലക്ഷം ഇൻറ്റു 3 ലക്ഷം രൂപ കിട്ടിയിട്ടില്ല. ഓക്കെ, ദെൻ കമ്പനിയുടെ അക്യുമുലേറ്റഡ് പ്രോഫിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ക്രെഡിറ്റ് ബാലൻസിൽ 2 ലക്ഷം കിടക്കുന്നുണ്ട്. ഫ്രീ റിസർവിൽ 1,50,000 കിടക്കുന്നുണ്ട്. സെക്യൂരിറ്റി പ്രീമിയം റിസർവ് അക്കൗണ്ടിൽ 50,000 രൂപ കിടക്കുന്നുണ്ട്. കമ്പനി എന്ത് ഡിസൈഡ് ചെയ്തു? ഈ പാർട്ട്ലി പെയ്ഡ് ഇക്വിറ്റി ഷെയറിനെ ഫുള്ളി പെയ്ഡ് ഇക്വിറ്റി ഷെയർ ആയിട്ട് കൺവേർട്ട് ചെയ്യാൻ വേണ്ടി. എങ്ങനെ? ബോണസ് ഇഷ്യൂ ചെയ്തുകൊണ്ട് ഏതിൽ നിന്ന് എടുത്തിട്ട്? കമ്പനിയുടെ പ്രോഫിറ്റിൽ നിന്നും ഫ്രീ റിസർവിൽ നിന്ന് എടുത്തിട്ട്. ഓക്കെ, ദെൻ ഈ ഒരു ലൈൻ ആവശ്യമില്ല കേട്ടോ. അത് ഫുള്ളി പെയ്ഡ് അപ്പ് ക്യാപിറ്റലിനെ കുറിച്ചാണ് പറയുന്നത്. അത് നിങ്ങൾ ഫോക്കസ് ചെയ്യേണ്ട ആവശ്യമില്ല. ഓക്കെ, അപ്പൊ നമുക്ക് ആദ്യം എന്ത് കാൽക്കുലേറ്റ് ചെയ്യണം? ഈ ഒരു കേസിൽ പാർട്ട്ലി പെയ്ഡ് ഷെയറിന്റെ കേസിൽ നമുക്ക് എത്ര ബോണസ് ഷെയർ ആണോ കമ്പനി ഇഷ്യൂ ചെയ്യുന്നത് അത് കാൽക്കുലേറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. കാരണം ഇവിടെ പാർട്ട്ലി പെയ്ഡ് ബോണസ് ഷെയർ ആണ് ഇഷ്യൂ ചെയ്യുന്നത്. അപ്പൊ നമുക്ക് ഇവിടെ ആവശ്യമുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പാർട്ട്ലി പെയ്ഡ് ഷെയറിനെ ഫുള്ളി പെയ്ഡ് ഷെയർ ആയിട്ട് കൺവേർട്ട് ചെയ്യാൻ എത്ര എമൗണ്ട് ആണ് ആവശ്യമുള്ളത് അതാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. എത്രയാണ് വേണ്ടത്? 10 രൂപയാണ് ഒരു ഷെയറിന്റെ വില. 7 രൂപയെ കിട്ടിയിട്ടുള്ളൂ. ബാക്കി 3 രൂപ കിട്ടിയിട്ടില്ല. 1 ലക്ഷം ഇൻറ്റു 3 ലക്ഷം രൂപയാണ് നമുക്ക് വേണ്ടത്. എന്തിന്? പാർട്ട്ലി പെയ്ഡ് ഷെയറിനെ ഫുള്ളി പെയ്ഡ് ഷെയർ ആയിട്ട് കൺവേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്.
സോ ആ ഒരു എമൗണ്ട് ആണ് നമ്മൾ റിസർവിൽ നിന്ന് എടുത്തിട്ട് ബോണസ് ടു ഷെയർ ഹോൾഡേഴ്സ് അക്കൗണ്ട് കൊണ്ട് മാറ്റി വെക്കുന്നത്. ഓക്കെ, അപ്പൊ ഈ ഒരു കേസിൽ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ കിടക്കുന്ന ബാലൻസ് യൂസ് ചെയ്യാം, ഫ്രീ റിസർവിലുള്ള ബാലൻസ് യൂസ് ചെയ്യാം. പക്ഷേ സെക്യൂരിറ്റി പ്രീമിയം റിസർവ് അക്കൗണ്ട് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റത്തില്ല. നമ്മൾ പ്രത്യേകം പറഞ്ഞിട്ടുണ്ടായിരുന്നു, സെക്യൂരിറ്റി പ്രീമിയം റിസർവ് അക്കൗണ്ടും ക്യാപിറ്റൽ റിഡംഷൻ റിസർവ് അക്കൗണ്ടും പാർട്ട്ലി പെയ്ഡ് ബോണസ് ഷെയർ ഇഷ്യൂ ചെയ്യാൻ, അതായത് പാർട്ട്ലി പെയ്ഡ് ഷെയറിനെ ഫുള്ളി പെയ്ഡ് ഷെയർസ് ആയിട്ട് കൺവേർട്ട് ചെയ്യാൻ വേണ്ടി യൂട്ടിലൈസ് ചെയ്യാൻ പറ്റത്തില്ല എന്ന് പ്രത്യേകം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ സെക്യൂരിറ്റി പ്രീമിയം റിസർവ് അക്കൗണ്ട് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ നമ്മൾ ആദ്യം പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ നിന്ന് 2 ലക്ഷം രൂപ എടുത്തു. നമുക്ക് ടോട്ടൽ 3 ലക്ഷം വേണ്ടത്. ഫ്രീ റിസർവ് നിന്ന് എത്ര എടുത്തു? 1 ലക്ഷം എടുത്തു. കാരണം ടോട്ടൽ 3 ലക്ഷം ആവശ്യമുള്ളത്. അങ്ങനെ ഇതിന് 2 ലക്ഷം എടുത്തു, ഇതിന് 1 ലക്ഷം എടുത്തു. അങ്ങനെ ടോട്ടൽ ബോണസ് ടു ഷെയർ ഹോൾഡേഴ്സ് അക്കൗണ്ട് കൊണ്ട് 3 ലക്ഷം മാറ്റി വെച്ചു ബോണസ് ഡിക്ലെയർ ചെയ്യുന്ന സമയത്ത്. പിന്നെ നമുക്ക് അടുത്തായിട്ട് ചെയ്യുന്നത് എന്താണ്? ഫൈനൽ കോൾ വിളിക്കണ്ടേ? ഫൈനൽ കോൾ വിളിച്ചിട്ടല്ലേ നമ്മൾ ബാക്കിയുള്ള പ്രൊസീജിയർ ചെയ്യാം. ഫൈനൽ കോൾ എത്രയാണ്? ഒരു ഷെയറിന് 3 രൂപ, ബാക്കി ഇനി 3 അല്ലേ കിട്ടാനുള്ളത്. 10 രൂപയിൽ 7 കിട്ടി, ഇനി 3 അല്ലേ കിട്ടാനുള്ളത്. അപ്പം 3ന്റെ കോള് വിളിച്ചു. അപ്പോൾ എത്ര? 1 ലക്ഷമാണ് ഷെയറിന്റെ എണ്ണം എന്ന് പറയുന്നത്. 1 ലക്ഷം ഇൻറ്റു 3 ലക്ഷം. ഷെയർ ഫൈനൽ കോൾ വിളിച്ചു. ടു ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ 3 ലക്ഷം. ഓക്കെ, ഇനി നമ്മൾ ഈ ബോണസ് ടു ഷെയർ ഹോൾഡേഴ്സ് അക്കൗണ്ട് എന്ന് പറഞ്ഞിട്ട് മാറ്റി വെച്ചിട്ടുള്ള എമൗണ്ട് നമ്മൾ എന്ത് ചെയ്യാണ്? പാർട്ട്ലി പെയ്ഡ് ഷെയറിനെ ഫുള്ളി പെയ്ഡ് ഷെയർസ് ആയിട്ട് കൺവേർട്ട് ചെയ്യാൻ വേണ്ടി യൂട്ടിലൈസ് ചെയ്യുമ്പോൾ ഇക്വേഷൻ ജേർണൽ എൻട്രി എന്താണ്? ബോണസ് ടു ഷെയർ ഹോൾഡേഴ്സ് അക്കൗണ്ട് ആഫ്റ്റർ അതിൽ നിന്ന് എമൗണ്ട് എടുത്തിട്ട് ടു ഷെയർ ഫൈനൽ കോൾ ഷെയർ ഹോൾഡേഴ്സിന്റെ കയ്യിൽ നിന്ന് എമൗണ്ട് കിട്ടിയെന്ന് കാണിക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, സോ 3 ലക്ഷം കൊടുത്തു, അതിലോട്ട് മാറ്റി വെച്ചു, ആ ഒരു അക്കൗണ്ടിലോട്ട് മാറ്റി വെച്ചു. ഈ ജേർണൽ എൻട്രീസ് ഒക്കെ ഓൾറെഡി നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തതാണ് കേട്ടോ. അപ്പോൾ ഈ 3 ജേർണൽ എൻട്രീസ് ആണ് ഈ ഒരു കേസിനകത്ത് വരുന്നത്. പാർട്ട്ലി പെയ്ഡ് ഷെയറിനെ ഫുള്ളി പെയ്ഡ് ഷെയർസ് ആയിട്ട് കൺവേർട്ട് ചെയ്യുമ്പോൾ വരുന്ന ജേർണൽ എൻട്രീസ്. അടുത്തത് പാർട്ട്ലി പെയ്ഡ് ഷെയർസിന്റെ കേസിൽ തന്നെ വരുന്ന വേറൊരു പ്രോബ്ലം കൂടി ചെയ്തു നോക്കാം. എൽ ലിമിറ്റഡ് എന്ന കമ്പനിയുടെ 31/3/2020 ബാലൻസ് ഷീറ്റ് തന്നിട്ടുണ്ട്. ബാലൻസ് ഷീറ്റിൽ എന്താ പറയുന്നത്? 100 രൂപ ഫേസ് വാല്യൂ ഉള്ള 5000 ഇക്വിറ്റി ഷെയർസ് ഉണ്ട്. പക്ഷെ അതിൽ 60 പേ ചെയ്തിട്ടുള്ളൂ. വിച്ച് മീൻസ് 5000 ഇൻറ്റു 60 3 ലക്ഷമാണ് പെയ്ഡ് അപ്പ് ക്യാപിറ്റലിന്റെ എമൗണ്ട് എന്ന് പറയുന്നത്. ബാക്കി അപ്പോൾ എത്ര പേ ചെയ്യാനുണ്ട്? കമ്പനി കിട്ടാനുണ്ട് 40 രൂപ. 5000 ഇൻറ്റു 40 2 ലക്ഷം കിട്ടാനുണ്ട്. കമ്പനി എന്ത് ഡിസൈഡ് ചെയ്തു? 1,50,000 രൂപ ബോണസ് ആയിട്ട് ഇഷ്യൂ ചെയ്യാണ്. എന്തിനു വേണ്ടിയിട്ട്? യൂട്ടിലൈസ് ചെയ്യാൻ. ഒരു ഷെയറിന് 30 രൂപ കോള് പേ ചെയ്യാൻ വേണ്ടിയിട്ട്. പക്ഷെ ഒരു ഷെയറിന് എത്ര രൂപയുണ്ട്? ഫൈനൽ കോളിന്റെ എമൗണ്ട് എത്ര? ഇനി വിളിക്കാനുള്ള എമൗണ്ട് എത്രയാണ്? 40 രൂപ. പക്ഷെ ഈ 40 രൂപയിൽ 40 രൂപയും ബോണസ് ഇഷ്യൂലൂടെ കൺവേർട്ട് ചെയ്യാൻ വേണ്ടി കമ്പനി ഉദ്ദേശിക്കുന്നില്ല. 40-ൽ 30 രൂപ ബോണസ് ആയിട്ട് കമ്പനി പേ ചെയ്യും. ബാക്കി 10 രൂപ ആര് പേ ചെയ്യേണ്ടി വരും? ഷെയർ ഹോൾഡേഴ്സിനെ പേ ചെയ്യേണ്ടി വരും. സോ 5000 ഇൻറ്റു 30 1,50,000 രൂപ ബോണസ് ആയിട്ട് കമ്പനി പേ ചെയ്യും. ബാക്കി 10 രൂപ ഷെയർ ഹോൾഡേഴ്സ് പേ ചെയ്യേണ്ടി വരും. അപ്പൊ എങ്ങനെയൊക്കെയാ ജേർണൽ എൻട്രീസ് വരിക? ബോണസ് ആയിട്ട് ഇഷ്യൂ ചെയ്യുന്നത് എത്രയാണ്? 1,50,000. അപ്പൊ അതാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? റിസർവ് അക്കൗണ്ടിൽ നിന്ന് എടുക്കുന്നത്. റിസർവ് അക്കൗണ്ട് എന്ന് പറഞ്ഞാൽ സെക്യൂരിറ്റി പ്രീമിയം റിസർവ് അക്കൗണ്ട് ഉണ്ട്, റിസർവ് ഉണ്ട്, സ്റ്റേറ്റ്മെന്റ് ഓഫ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഉണ്ട്. ഇതിൽ സെക്യൂരിറ്റി പ്രീമിയം റിസർവ് അക്കൗണ്ട് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റത്തില്ല. കാരണം നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ, പാർട്ട്ലി പെയ്ഡ് ഷെയർസിനെ ഫുള്ളി പെയ്ഡ് ഷെയർസ് ആയിട്ട് കൺവേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരിക്കലും സെക്യൂരിറ്റി പ്രീമിയം റിസർവ് അക്കൗണ്ടും അതുപോലെ തന്നെ CRR അക്കൗണ്ട് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റത്തില്ല. ദെൻ ബാലൻസ് ഉള്ളത് റിസർവും സ്റ്റേറ്റ്മെന്റ് ഓഫ് പ്രോഫിറ്റ് ആൻഡ് ലോസ്. പക്ഷെ ഇവിടെ വേറൊരു കാര്യം പറയുന്നുണ്ട്. ഫ്രീ റിസർവിൽ നിന്ന്, അതായത് റിസർവിൽ നിന്ന് മിനിമം റിഡക്ഷൻ, അതായത് കുറച്ച് എമൗണ്ട് മാത്രമേ റെഡ്യൂസ് ചെയ്യാൻ പറ്റത്തുള്ളൂ എന്നുള്ളത്. വിച്ച് മീൻസ് അതിന്റെ അർത്ഥം എന്താണ്? പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് യൂട്ടിലൈസ് ചെയ്തതിനു ശേഷം മാത്രമേ എന്ത് യൂസ് ചെയ്യുക? റിസർവ് അക്കൗണ്ട് യൂട്ടിലൈസ് ചെയ്യുക എന്നുള്ളത്. അപ്പൊ നമ്മൾ ആദ്യം എന്ത് ചെയ്തു? പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ എത്ര ബാലൻസ് കിടക്കുന്നുണ്ട്? സർപ്ലസിൽ 1,25,000 എടുത്തു. നമുക്ക് 1,50,000 ആണ് വേണ്ടത്. ബാക്കി 25,000 ഏതെന്ന് എടുത്തു? റിസർവ് അക്കൗണ്ട്, ഫ്രീ റിസർവ് അക്കൗണ്ട് നിന്ന് എടുത്തു. ഓക്കെ, അപ്പൊ 25,000 എടുത്തു. അങ്ങനെ ടോട്ടൽ 1,50,000 ബോണസ് ടു ഷെയർ ഹോൾഡേഴ്സ് അക്കൗണ്ടിലോട്ട് മാറ്റി വെച്ചു ബോണസ് ഡിക്ലെയർ ചെയ്യുന്ന സമയത്ത്. ഇനി നമുക്ക് അടുത്ത സ്റ്റെപ്പ് എന്താണ്? ഫൈനൽ കോൾ വിളിക്കണം. ഫൈനൽ കോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഷെയറിന് 40 വെച്ചിട്ടാണ്. അപ്പൊ 5000 ഇൻറ്റു 40 2 ലക്ഷമാണ് ഷെയർ ഫൈനൽ കോളിന്റെ എമൗണ്ട്. ഷെയർ ഫൈനൽ കോൾ അക്കൗണ്ട് ആഫ്റ്റർ ടു ഷെയർ ക്യാപിറ്റൽ അക്കൗണ്ട് 2 ലക്ഷം. 5000 ഇൻറ്റു 40. അടുത്ത ജേർണൽ എൻട്രി എന്താ വരിക? അതില് 5000 ഇൻറ്റു 30 അത് നമ്മൾ എന്ത് ചെയ്യും? ബോണസ് യൂസ് ചെയ്യും അല്ലേ? ബോണസ് ടു ഷെയർ ഹോൾഡേഴ്സ് അക്കൗണ്ട് അപ്റ്റർ അതിലോട്ട് മാറ്റി വെച്ചിട്ടുള്ള എമൗണ്ട് നമ്മൾ എടുക്കും. 5000 ഇൻറ്റു 30 1,50,000 എടുക്കും. ബാക്കി 5000 ഇൻറ്റു 40-ല് 10-ലെ ഈ 10 ഷെയർ ഹോൾഡേഴ്സ് ക്യാഷ് ആയിട്ട് കമ്പനിക്ക് പേ ചെയ്യാൻ വേണം. അപ്പൊ ക്യാഷ് അക്കൗണ്ട് അപ്റ്റർ 5000 ഇൻറ്റു 10 50,000. അങ്ങനെ ടു ഷെയർ ഫൈനൽ അക്കൗണ്ട് ടോട്ടൽ 2 ലക്ഷം എന്ത് ചെയ്തു? പേ ചെയ്തു. ഓക്കെ, അപ്പൊ ഇതാണ് ഇതിനകത്ത് വരുന്ന ജേർണൽ എൻട്രീസ്. ഇനി ബോണസ് ഇഷ്യൂവിന് ശേഷമുള്ള ബാലൻസ് ഷീറ്റ് എങ്ങനെയാണ്? ആദ്യം നമുക്ക് നോട്ട്സ് ടു അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യാം. ആദ്യത്തെ ഏതാണ്? ഷെയർ ഷെയർ ക്യാപിറ്റൽ. അത് എത്രയായിട്ടുണ്ടാവും? ഫുള്ളി പെയ്ഡ് ആയില്ലേ? നമ്മൾ ഈ പാർട്ട്ലി പെയ്ഡിനെ ഫുള്ളി പെയ്ഡ് ആയിട്ട് കൺവേർട്ട് ചെയ്തു. അപ്പൊ 5000 ഇൻറ്റു 100 ഫുള്ളും പേ ചെയ്തു. അപ്പൊ ഷെയർ ക്യാപിറ്റലിന്റെ എമൗണ്ട് എത്രയായിട്ടുണ്ടാവും? 5000 ഇൻറ്റു 100 5 ലക്ഷം ആയിട്ടുണ്ടാവും. ഇനി അടുത്ത റിട്ടേൺ ഏർണിംഗ്സിലോട്ട് വരികയാണെങ്കിൽ സെക്യൂരിറ്റി പ്രീമിയം റിസർവ് അക്കൗണ്ടിൽ മാറ്റുന്നില്ല, കാരണം അത് നമ്മൾ യൂട്ടിലൈസ് ചെയ്തിട്ടില്ല. സെക്യൂരിറ്റി പ്രീമിയം റിസർവ് അക്കൗണ്ട് അതുപോലെ കിടക്കുന്നുണ്ടാവും. ദെൻ റിസർവ് അക്കൗണ്ടിലോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ റിസർവ് അക്കൗണ്ട് നമ്മൾ എത്ര എടുത്തത്? 25,000 എടുത്തിട്ടുണ്ട്. അപ്പൊ റിസർവ് 2,70,000 നിന്ന്
എത്ര കുറയും? 25,000 കുറയും. 2,70,000 മൈനസ് 25,000 ബാക്കി എന്തുണ്ടാവുള്ളൂ? റിസർവ് അക്കൗണ്ടിൽ ഉണ്ടാവുള്ളൂ. ദെൻ അടുത്തായിട്ട് ഏതാ? പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ ഒന്നും ഉണ്ടാവില്ല, കാരണം പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് മുഴുവനായിട്ട് നമ്മൾ യൂസ് ചെയ്തിട്ടുണ്ട് അല്ലേ. പിന്നെ കറണ്ട് ലയബിലിറ്റിയിലോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ ഇവിടെ ഒന്നും ഒരു മാറ്റമില്ല. അതർ കറണ്ട് ലയബിലിറ്റീസ് ഒക്കെ സെയിം തന്നെയാണ് അല്ലേ. അതർ കറണ്ട് ലയബിലിറ്റീസ് അതിലൊന്നും ഒരു മാറ്റമില്ല. അസറ്റ് സൈഡിലോട്ട് വരികയാണെങ്കിൽ സൺട്രി അസറ്റിന്റെ എമൗണ്ട് 10 ലക്ഷം രൂപയാണ്. ഇവിടെ കമ്പനി ഫൈനൽ കോള് വിളിച്ചപ്പോൾ 5,000 × 10 50,000 രൂപ ക്യാഷ് ആയിട്ട് ഷെയർ ഹോൾഡേഴ്സിന്റെ കയ്യിൽ നിന്ന് കമ്പനിക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അസറ്റിലോട്ട് ആഡ് ചെയ്യണ്ടേ. അപ്പോൾ സൺട്രി അസറ്റ് ഈസ് ഈക്വൽ ടു 10 ലക്ഷം പ്ലസ് 50,000 ഈസ് ഈക്വൽ ടു 10,50,000. സൺട്രി അസറ്റിന്റെ എമൗണ്ട് കിട്ടി. ഇനി നമ്മൾ ബാലൻസ് ഷീറ്റിലോട്ട് എല്ലാ എമൗണ്ട് എടുത്തതാണെങ്കിൽ ഇക്വിറ്റി ആൻഡ് ലയബിലിറ്റീസ് എന്ന് പറഞ്ഞിട്ട് ഇക്വിറ്റിന്റെ താഴെ ഷെയർ ക്യാപിറ്റൽ എത്ര വരിക? നമ്മൾ നേരത്തെ എഴുതിയ എമൗണ്ട് എത്രയാണ്? ഷെയർ ക്യാപിറ്റൽ 5,000 × 100 5 ലക്ഷം. ഓക്കെ. റിട്ടേൺ ഏർണിംഗ്സ് എന്ന് പറഞ്ഞാൽ റിസർവും സർപ്ലസും ആഡ് ചെയ്തിട്ടുള്ള എമൗണ്ട് നമ്മളിവിടെ കാൽക്കുലേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് 2,80,000. ഓക്കെ, അത് രണ്ടും കൂടി ആഡ് ചെയ്തപ്പോൾ നമുക്ക് എത്ര കിട്ടി? ടോട്ടൽ ഇക്വിറ്റി കിട്ടി. ഷെയർ ക്യാപിറ്റലും അതുപോലെ റിസർവ്സ് ആൻഡ് സർപ്ലസും ആഡ് ചെയ്ത ടോട്ടൽ ഇക്വിറ്റി കിട്ടും. ഇനി അടുത്തത് കറന്റ് ലയബിലിറ്റീസ് അല്ലെങ്കിൽ ട്രേഡ് ആൻഡ് അതർ പേയബിൾസ് എന്ന് പറയും. അതിന്റെ എമൗണ്ട് എത്രയായിരുന്നു? 2,65,000 ആ എമൗണ്ട് എടുത്തത്. ദെൻ അങ്ങനെ ടോട്ടൽ ലയബിലിറ്റി സൈഡ് ആഡ് ചെയ്യുക, എത്ര വരും? 10,50,000 വരും. ദെൻ അസറ്റ് സൈഡിൽ സൺട്രി അസറ്റ് ഓൾറെഡി നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് 10,50,000. അപ്പോൾ നിങ്ങളുടെ ഇടയിൽ നോട്ട് നമ്പർ ഇന്ന് കൊടുത്തിട്ട് ഇതിന്റെ നോട്ടിൽ നമ്മൾ ചെയ്ത് വെച്ചതിന്റെ ആ നമ്പർ ഇട്ട് കൊടുക്കുക കേട്ടോ. ഓരോന്നും നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് വെച്ചതിന്റെ. ഓക്കെ, ഇങ്ങനെയാണ് ചെയ്യുക. സോ ദിസ് ഈസ് ദ ബാലൻസ് ഷീറ്റ് ആഫ്റ്റർ ബോണസ് ഇഷ്യൂ. ഈ പറയുന്ന ജേർണൽ എൻട്രീസ് ആണ് ഈ ഒരു കേസിൽ വരുന്നത്.